സമരം ചെയ്യുന്ന തൊഴിലാളികളെ തോട്ടമുടമ മർദ്ദിച്ച് സമരപ്പന്തൽ പൊളിച്ചു കളഞ്ഞതായി പരാതി. രാജക്കാട് ഗജനാപ്പാറ വെള്ളിവിളുന്താൻ പ്രദേശത്തുള്ള ജയരാജൻ എസ്റ്റേറ്റിലാണ് സംഭവം. ഗജനാപ്പാറ വെള്ളിവിളുന്താൻ പ്രദേശത്തുള്ള ജയരാജൻ എസ്റ്റേറ്റിൽ സ്ഥിരം തൊഴിലാളികളായി 8 പേർക്ക് തോട്ടം ഉടമ തൊഴിൽ നിഷേധിച്ചിട്ട് 2 വർഷം പിന്നിട്ടു. നെടുങ്കണ്ടം ഡെപ്യൂട്ടി ലേബർ ഓഫീസർ 4 വട്ടം നോട്ടീസ് നൽകി ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അതിൽ പങ്കെടുക്കാനോ ചർച്ച നടത്താനോ ഉടമ കെ രാജൻ തയ്യാറായില്ല. കഴിഞ്ഞ 27 ദിവസമായി തൊഴിലാളികൾ എസ്റ്റേറ്റ് പടിക്കൽ സമരം നടത്തി വരികയാണ്. ഇതിനിടെയാണ് കെ രാജനും എസ്റ്റേറ്റ് സൂപ്രണ്ട് അനിലും പുറമേ നിന്നുള്ള 2 പേരും ചേർന്ന് സമരപ്പന്തൽ അടിച്ചു തകർക്കുകയും സമരത്തിൽ പങ്കെടുത്തിരുന്ന ഗണേശൻ, മണികണ്ഠൻ, പാണ്ഡി, മലച്ചാമി എന്നിവരെ ആക്രമിക്കുകയും ചെയ്തത്. അകാരണമായി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥനും അതേപോലെ തന്നെ അതിന്റെ സൂപ്പർവൈസർ അതേപോലെ അവർ നിശ്ചയിക്കപ്പെട്ട ഒരു സെറ്റ് ആളുകളെ കൊണ്ടുവന്ന് ഈ സമരം ചെയ്യുന്ന തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് വന്നു. സമരം പന്തൽ എല്ലാം അടിച്ച് തകർത്തു. യഥാർത്ഥത്തിൽ യൂണിയൻ ആവശ്യപ്പെടുന്നത് ഈ തോട്ടോടൊപ്പം വാങ്ങുന്ന സമയത്തുണ്ടായിരുന്ന 8 തൊഴിലാളികളെ എഗ്രിമെന്റ് വെച്ച് പുതുക്കി അവർക്ക് പണി കൊടുക്കുക. മർദ്ദനമേറ്റവർ രാജക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ എസ്റ്റേറ്റ് ഉടമ കെ രാജനും കൂട്ടാളികൾക്കുമെതിരെ പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അക്രമമാർഗം അവസാനിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ ഉടമ തയ്യാറാകണമെന്നും CPIM രാജക്കാട് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ഇടുക്കി.